അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം രാജ്യമാകെ രാമമന്ത്രത്താൽ നിറയുകയാണ്. തന്റെ വീട്ടിലെ രാമലക്ഷ്മണ സീതമാരെ പരിചയപ്പെടുത്തുകയാണ് ഈ ദൃശ്യങ്ങളിലൂടെ സുരേഷ് ഗോപി. അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടും രാമഭക്തി വിളിച്ചറിയിച്ചുകൊണ്ടും ഒരുപാട് താരങ്ങൾ എത്തിയിരുന്നു. മലയാളികളുടെ പ്രിയ താരം സുരേഷ് ഗോപിയും തന്റെ സീതാരാമന്മാരെ പരിചയപ്പെടുത്തുകയാണ്. സമൂഹമാധ്യമമായ ഇൻസ്റ്റഗ്രാമിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. തന്റെ വീടിനുള്ളിലായി ക്രമീകരിച്ച രാമന്റെയും സീതാദേവിയുടെയും ലക്ഷ്മണന്റെയും ചെറിയ വിഗ്രഹത്തിന്റെ വീഡിയോ ആണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. വിഗ്രഹങ്ങളുടെ മുന്നിലായി പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കാണാം. കൂടാതെ നിറഞ്ഞു കത്തുന്ന ചെരാതുകൾ കാണാം. ഒപ്പം ജയ് ശ്രീറാം എന്ന മന്ത്രവും എന്റെ സീതാരാമൻ എന്ന ക്യാപ്ഷനോടെയാണ് അദ്ദേഹം വീഡിയോ പങ്കുവച്ചത്. ഒരുപാട് പേർ അദ്ദേഹത്തിന്റെ പോസ്റ്റിന് ചുവടെ ജയ് ശ്രീറാം എന്ന കമന്റുകളിലൂടെ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം അറിയിച്ചിരിക്കുകയാണ്. അതേസമയം അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം രാമക്ഷേത്രത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ദർശനം നടത്തി. ശ്രീരാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്ക്കൊപ്പമാണ് യോഗി ആദിത്യനാഥ് ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്ര പുരോഹിതനിൽ നിന്നും പ്രസാദം സ്വീകരിച്ച ശേഷം രാംലല്ലയെ മുഖ്യമന്ത്രി തൊഴുതു വണങ്ങി. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഗോരഖ്പൂർ ക്ഷേത്രത്തിലെത്തിയ യോഗി ആദിത്യനാഥിന് ഉജ്ജ്വല സ്വീകരണമാണ് ജനങ്ങൾ നൽകിയത്. യുവാക്കളും സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ അദ്ദേഹത്തെ വരവേൽക്കാനായി നഗരവീഥികളിൽ തടിച്ചുകൂടിയിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് ഗോരഖ്നാഥ് ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലുടനീളം ജനങ്ങൾ മുഖ്യമന്ത്രിയെ പുഷ്പവൃഷ്ടി നടത്തി ആനയിച്ചു. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുകയാണ്. ഇപ്പോഴും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരുടെ തിരക്ക് ദിനംപ്രതി കൂടുകയാണ്. ഇന്ന് പുലർച്ചെ വരെ 19 ലക്ഷം പേരാണ് ദർശനം നടത്തിയത്. സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു. ഏപ്രിൽ 17 മുൻപ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഗോപുര നിർമ്മാണം പൂർത്തിയാക്കാനും തീരുമാനം വന്നിരിക്കുകയാണ്. ഏപ്രിൽ 17 രാമനവമി. ശ്രീരാമൻ ജനിച്ച രാമനവമി ദിനം സൂര്യരശ്മികൾ വിഗ്രഹത്തിന്റെ നെറ്റിത്തടത്തിൽ വീഴും വിധമാണ് ഗർഭഗൃഹം ഒരുക്കിയിരിക്കുന്നത്. ഇതിനായി ഗോപുര നിർമ്മാണം കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. മര്യാദ പുരുഷോത്തമൻ എന്ന് പേരുകെട്ട ശ്രീരാമന്റെ ജീവിതം ത്യാഗസുരഫലമാണ്. സമഭാവനയുടെ സന്ദേശമാണ് ആ ജീവിതം നൽകുന്നത്. ത്യാഗത്തിൽ അധിഷ്ഠിതമായ മൂല്യങ്ങളെയാണ് ശ്രീരാമന്റെ ജീവിതം പ്രതിനിധാനം ചെയ്യുന്നത്. പട്ടാഭിഷേകത്തിന്റെ തലേന്ന് രാജ്യം ഉപേക്ഷിച്ച് അച്ഛന്റെ വാക്ക് പാലിക്കാനായി കാട്ടിലേക്ക് പോകേണ്ടി വന്ന ശ്രീരാമൻ ഒരു ഉത്തമ പുത്രനാണെന്നും നമുക്ക് കാട്ടിത്തരുന്നു. സുഖത്തിലും ദുഃഖത്തിലും ഭർത്താവിനോടൊപ്പം നിന്ന സീത, ജനതാൽപര്യത്തിനായി പ്രിയപത്നിയെ ഉപേക്ഷിക്കേണ്ടി വന്ന രാമന്റെ സ്ഥിതി, മറ്റുള്ളവരെ സഹായിക്കാൻ സ്വന്തം സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിക്കുക മനുഷ്യധർമ്മമാണ് എന്നാണ് രാമൻ കാണിച്ചു തന്നത്. രാമനവമി ദിനത്തിൽ സൂര്യരശ്മികൾ പതിക്കുന്ന ക്ഷേത്രത്തിന്റെ മുകളിലെ കണ്ണാടി കിരണങ്ങൾ പ്രതിഫലിക്കുന്ന തരത്തിൽ കറങ്ങി ശ്രീരാമന്റെ ശിരസിലെത്തും. ഇതിനായി ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിൽ 3ാം നില വരെയുള്ള ശ്രീകോവിലിന്റെ മുകൾ ഭാഗം വേഗത്തിൽ പൂർത്തിയാക്കേണ്ടത് ആവശ്യമാണ്. രാമക്ഷേത്രത്തിന് സമാനമായ സൂര്യതിലക് സംവിധാനം ചില ജൈന ക്ഷേത്രങ്ങളിലും കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിലും ഉപയോഗത്തിലുണ്ട്. എന്നാൽ അവർ വ്യത്യസ്ത തരം എഞ്ചിനീയറിംഗ് വിദ്യയാണ് ഉപയോഗിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.